ഈസ്റ്റർ ദിനത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കി ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു മധ്യമേഖലയിലെ സ്ഥാനാർത്ഥികളെല്ലാം. ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. പൊതുപരിപാടികളില്ലെങ്കിലും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം. ഈസ്റ്റർ ദിനാചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന തിരുകർമ്മങ്ങളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. ഈസ്റ്റർ ദിനത്തിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പൊതുപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളെയും അടുത്ത ബന്ധുക്കളെയും കണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഇരു സ്ഥാനാർത്ഥികളും. കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു ചാലക്കുടി ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പര്യടനം ആരംഭിച്ചത്. മതിലകം പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. ഈസ്റ്റർ ആയതിനാൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഇന്ന് പൊതുപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മാവേലിക്കര, ചെങ്ങന്നൂർ ഭാഗങ്ങളിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി CA അരുൺകുമാർ പ്രചരണം നടത്തി. കൊട്ടാരക്കര, പത്തനാപുരം കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഇന്നത്തെ പര്യടനം. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു തൃശൂർ ഇടതു സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പ്രചരണം നടത്തിയത്. UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ ഇന്നത്തെ പര്യടനം തൃശൂർ നഗരത്തിലായിരുന്നു. ഒല്ലൂർ, ഇരിങ്ങാലക്കുട പ്രദേശങ്ങളിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണം നടത്തി. ചാവറ കൾച്ചറൽ സെന്റർ നടത്തിയ സ്നേഹസംഗമത്തിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പ്രൊഫസർ MK സാനു, KV തോമസ്, CS സുജാത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് വിവിധ പ്രദേശങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിൽ പോയതിനാൽ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ഈസ്റ്റർ ദിനമായതിനാൽ കോട്ടയം ലോക്സഭാ മണ്ഡലം LDF, UDF സ്ഥാനാർത്ഥികൾക്ക് ഇന്ന് പൊതുപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കൊച്ചി.